നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഒക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി KM ഷാജി സന്ദർശിച്ചു. അവലോകന യോഗവും ചേർന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവ്. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന 162 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. സ്വാതന്ത്ര്യ പുലരി ആസ്വദിച്ചവരിൽ ഒരാളായ ഉദിനൂർ പെരിയോത്തെ UP ആസ്യുമ്മ 80ാം പിറന്നാൾ ആഘോഷത്തിൽ. സന്ദീപ് വാര്യർ MLA ആസ്യുമ്മയെ വീട്ടിലെത്തി ആദരിച്ചു. കാസർഗോഡ് മുഗ്രാൽ പുത്തൂരിൽ സ്കൂൾ കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്ന വിദേശികളും. UAE സ്വദേശികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായത്. സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. K നീലകണ്ഠൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ ജില്ലയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് മന്ത്രി KM ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലയേറിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി മനുഷ്യരുടെ നാടുകൂടിയാണ് കാസർഗോഡ്. സ്വാതന്ത്ര്യ സമര പോരാളികളും ഏറെ ഉണ്ടായിരുന്ന നാട്. അവരെല്ലാം ഈ നിമിഷത്തിൽ നാം ഓർക്കുകയാണ്. ചില വേദനകളും ഓർക്കാതിരിക്കാൻ നമുക്കാവില്ല. നമ്മൾ അടങ്ങിയ സമൂഹം ഒരു നാടിനോട് കാണിച്ച അനീതിയിൽ വേദന തിന്നുന്ന മനുഷ്യരെ കുറിച്ചാണത്. എൻഡോസൾഫാൻ കൊണ്ട് ജീവിതം ദുരിതത്തിലായവർ നമുക്കിടയിലുണ്ട്. അവരോട് നാം പ്രായച്ചിത്തം ചെയ്യേണ്ടതാണ്. അതിലൊരു പങ്കുമില്ലെങ്കിൽ പോലും ആ സമൂഹത്തിൽ ജീവിച്ചു എന്ന തെറ്റിനുള്ള പശ്ചാത്താപം നമുക്കുണ്ടാകണം. സ്വാതന്ത്ര്യദിന പരേഡിൽ സായുധ സേനകൾ, പോലീസ്, എക്സൈസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, NCC, സ്കൂൾ ബാൻഡ് സെറ്റുകൾ എന്നിവ ഉൾപ്പെടെ 15 പ്ലാറ്റൂണുകൾ അണിനിരന്നു. ജില്ലാ ആംഡ് റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഇരിയണി GVHSS, നായന്മാർമൂല TIHSS, ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഉദിനൂർ GHSS എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചെമ്മനാട് GHSS, കാറടുക്ക GVHSS, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ NCC, പെരിയ ജവഹർ നവോദയ വിദ്യാലയ, ഉളിയത്തടുക്ക ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ബാൻഡ് സെറ്റ് എന്നിവ പ്ലാറ്റൂണിന്റെ ഭാഗമായി. ശ്രീമതി അഞ്ജലി, സബ് ഇൻസ്പെക്ടർ പോലീസ്, ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന വിമൺ പോലീസ്. ശ്രീ ഷഹബാസ് അഹമ്മദ് നയിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ബന്ദഡ്കാർ. ശ്രീ വിഷ്ണു S. നായർ നയിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോലീസ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്.
കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയഗാനം ആലപിച്ചു. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ. സ്കൂളുകളിലും വിവിധ ക്ലബ്ബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയുമെല്ലാം നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എല്ലായിടങ്ങളിലും മധുര വിതരണവും പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി KM ഷാജി സന്ദർശിച്ചു. അക്കാദമിക ബ്ലോക്ക് നിർമ്മാണം ഒക്ടോബറിലും ആശുപത്രി കെട്ടിടത്തിലെ ഒരു പ്രധാന ബ്ലോക്ക് ഡിസംബറിലും മറ്റു ബ്ലോക്കുകൾ അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാക്കുന്നതിനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. പുതിയ MBBS ബാച്ചിന്റെ പ്രവേശനത്തിന് അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സമയബന്ധിതമായി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വൈദ്യുതി സംബന്ധിച്ച് പ്രശ്നപരിഹാരത്തിന് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും കാസർഗോഡ് വികസന പാക്കേജിൽ അനുവദിച്ച തുക ധനകാര്യ വകുപ്പിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ തസ്തികകളും അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മാണം ഈ വർഷം ഡിസംബറിനകം പൂർത്തിയാക്കുന്നതിനും തീരുമാനിച്ചു. കിഫ്ബി, ULCC, കിറ്റ്കോ എന്നിവരുടെ യോഗം ഒരാഴ്ചയ്ക്കകം കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതിനും നിർമ്മാണ മേഖലയിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കുന്നതിനും തീരുമാനിച്ചു. ഹോസ്പിറ്റൽ, കാഷ്വൽ OP, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടുന്ന C ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലാബ് സംവിധാനങ്ങൾ 75 ദിവസത്തിനകം സജ്ജീകരിക്കുമെന്ന് KMCL പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കണമെന്ന് കളക്ടർ മാഹിൻ MLA യോഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കണമെന്നും MLA പറഞ്ഞു. അക്കാദമിക ബ്ലോക്ക്, ആശുപത്രി കെട്ടിടം, ഹോസ്റ്റലുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട നിർമ്മാണ കരാർ കമ്പനികളോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആവശ്യപ്പെട്ടു. നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോ മാനേജിംഗ് ഡയറക്ടർ P. രാജേഷ് നിർമ്മാണ സ്ഥിതിവിവരങ്ങളുടെ റിപ്പോർട്ടും കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ പ്രവീൺ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാർ എന്നിവർ കോളേജ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമായ കാര്യങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. AKM അഷ്റഫ് MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂർ, എൻമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് കുസുമാവതി, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശങ്കര, മാഹിൻ കേളോട്ട്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കിറ്റ്കോ, കാസർഗോഡ് വികസന പാക്കേജ് എന്നിവയുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ P. രാജ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന 162 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ ഒരാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന 162 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ ഒരാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം താലൂക്കിലെ എൻമകജെ വില്ലേജിൽ കണ്ടികെ ദേശത്ത് അബൂബക്കറുടെ മകൻ അബ്ദുൾ അസീസിനെയാണ് ബദിയടുക്ക എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജിഷ്ണു PR സംഘവും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി നേടിയ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആദ്യം ആസ്വദിച്ചവരിൽ ഒരാളായ ഉദിനൂർ പെരിയോത്തെ UP ആസ്യുമ്മയും 80ാം പിറന്നാൾ ആഘോഷത്തിലാണ്. 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ 12:05 പിറന്ന ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA വീട്ടിലെത്തി ആദരിച്ചു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ട് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മുതൽ തൃക്കരിപ്പൂർ അങ്ങാടിയിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയും നാട്ടുകാർ ഒന്നാകെ ആഘോഷത്തിലമർന്നപ്പോഴാണ് പയ്യന്നൂർ കൊറ്റി അരയാപ്പുറം കുഞ്ഞുമൊയ്തീന്റെയും UP കുഞ്ഞാമിനയുടെയും മൂത്ത മകളായി ആസ്യുമ്മ ജനിച്ചത്. എറണാകുളം കളമശ്ശേരിയിലെ HMTയിൽ മെഷീൻ ഓപ്പറേറ്ററായിരുന്ന ഇളമ്പച്ചി മൈതാനിയിലെ പരേതനായ KP മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പിറന്ന UP ആസ്യുമ്മയുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഈ ദിനത്തിൽ ഒത്തുചേരാറുണ്ട്.
തൃക്കരിപ്പൂർ നീലമ്പത്ത് പുതിയപുരയിൽ എന്ന UP തറവാട്ടിൽ നിന്ന് 13 വർഷം മുമ്പാണ് മകൾ നസീനയ്ക്കും അവരുടെ ഭർത്താവ് ജൂബിലി അബ്ദുള്ളയ്ക്കുമൊപ്പം ഉദിനൂർ പെരിയോത്ത് താമസമാക്കിയത്. പ്രവാസിയായ മുഹമ്മദ് സഹീർ, KMCC ദുബായ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി സിറാജുദ്ദീൻ, മലേഷ്യയിലെ നൌഷാദ്, കുവൈറ്റ് തൃക്കരിപ്പൂർ KMCC വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവരാണ് മറ്റു മക്കൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ജനിച്ച ഉദിനൂർ പീടികയിൽ ആസ്യുമ്മയെ സന്ദീപ് വാര്യർ MLA പെരിയോരത്തെ വീട്ടിലെത്തി ആദരിച്ചു. തൃക്കരിപ്പൂരിലെ പൗരാവലിക്ക് വേണ്ടിയാണ് ആഹ്ലാദത്തോടെ ആദരവ് നൽകുന്നതെന്ന് MLA പറഞ്ഞു. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി മുജ്തബ പെരിയോത്ത്, ആസ്യുമ്മയുടെ സഹോദരങ്ങളായ UPC കുഞ്ഞഹമ്മദ്, UP ദാവൂദ്, UP അബ്ദുൾ റഹിമാൻ, UP ഷറഫുദ്ദീൻ, UP ഷിഹാബുദ്ദീൻ, UP കുഞ്ഞലീല തുടങ്ങി നിരവധി കുടുംബാംഗങ്ങളും ആദരവ് ചടങ്ങിൽ പങ്കെടുത്തു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ സ്കൂൾ കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്ന് വിദേശികളും. UAE സ്വദേശികളായ ഖാലിദ് സയ്യിദ് അൽ കാഹബി, ഉബൈദ് അൽ ദഹേരി, ഹസ്സ ഉബൈദ് അൽ ദഹേരി, അബ്ദുള്ള മുഹമ്മദ് അൽ കമാലി എന്നിവരാണ് കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തത്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്കൂൾ കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദേശികളും പങ്കുചേർന്നപ്പോൾ അത് മനോഹരമായ അനുഭവമായി മാറി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്വദേശികളായ ഖാലിദ് സയ്യിദ് അൽ കാഹബി, ഉബൈദ് അൽ ദഹേരി, ഹസ്സ ഉബൈദ് അൽ ദഹേരി, അബ്ദുള്ള മുഹമ്മദ് അൽ കമാലി എന്നിവരാണ് മൊഗ്രാൽ പുത്തൂർ സ്കൂൾ കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് ഇവർ കാസർഗോഡ് എത്തിയത്. നജീബ് ആൻഡ് മുജീബ് ഫൗണ്ടേഷൻ GHSS മൊഗ്രാൽ പുത്തൂർ സ്കൂളിൽ നടപ്പിലാക്കുന്ന ജിജ്ഞാൻ പദ്ധതിയുടെ അവാർഡ് ദാന ചടങ്ങിലും ഇവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികൾ വീക്ഷിക്കുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പം ദേശീയ പതാകയുമായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു. സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി മനോഹരമായിരുന്നുവെന്നും ഇനിയും കേരളത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേളി HNC ഹോസ്പിറ്റലിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ പതാക ഉയർത്തി. ക്വിസ് കോമ്പറ്റീഷൻ, ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ്, ഗാർഡ് ഓഫ് ഓണർ ചടങ്ങ് എന്നിവ ശ്രദ്ധേയമായി. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേളി HNC ഹോസ്പിറ്റലിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 9:15 നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ നിർവഹിച്ചു. നമ്മുടെ HMC ഹോസ്പിറ്റൽ ദേളി സ്വാതന്ത്ര്യദിനമായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഇന്ന് 80ാം വാർഷികമാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷവേളയിലാണ് നമ്മുടെ HMC ഹോസ്പിറ്റൽ എല്ലാവരും സജീവമായിട്ടുണ്ട്. നല്ലൊരു പങ്കാളിത്തമുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 80ാം വാർഷികം. അത് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ചടങ്ങിൽ സിവിൽ പോലീസ് ഓഫീസർ പ്രണവ് P മുഖ്യ സാന്നിധ്യമായിരുന്നു. ഡോക്ടർ അബൂബക്കർ, ഡോക്ടർ സാജിദ, ഡോക്ടർ ലുക്മാൻ, ഡോക്ടർ ജിബിൻ, ഫർസീല, ഇക്ബാൽ, രാഹുൽ മോഹൻ, മുഹമ്മദ് റിഷാദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നാം ഓരോരുത്തർക്കും വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്നൊരു നിമിഷമാണിത്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഈ 80 വർഷക്കാലം പിന്നിടുമ്പോഴും ഇപ്പോഴും നമ്മളെ നാട് ലഹരിക്കും മറ്റ് പല പ്രയാസങ്ങൾക്കുമെതിരെ, ബുദ്ധിമുട്ടുകൾക്കുമെതിരെ പോരാടേണ്ട ഒരു സവിശേഷതയിലാണുള്ളത്. തീർച്ചയായും നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും നല്ലൊരു സന്തോഷം നൽകാനും ഈ സ്വാതന്ത്ര്യദിനം കൊണ്ട് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താജുദ്ദീൻ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര്യയും സംഘവും അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിയിലെ ശ്രദ്ധേയമായ അവതരണമായി മാറി.
Thank you, dear Arya. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് കോമ്പറ്റീഷനിൽ രേഷ്മ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജാമിയ സാദിയ അറേബ്യയുടെ സ്കൗട്ട് ടീമിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങും നടന്നു. സജന, ലക്ഷ്മിക്കുട്ടി, മുനവീറ, അമീർ, ജാഫർ, മിഥുൻ, ഷാദിൽ, നിഹാൽ എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും നാട്ടുകാരുടെയും സജീവ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ആവേശവും മികവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളായ രോഗബാധിതർക്ക് അംഗസമാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു. ജില്ലയിലെ 20 സഹകരണ സംഘങ്ങളിലെ 51 അംഗങ്ങൾക്ക് 15,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള സഹായമാണ് നൽകിയത്. ജില്ലാതല ഉദ്ഘാടനം കെ നീലകണ്ഠൻ MLA നിർവഹിച്ചു. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്കുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുക എന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റ് 100 ദിന പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മെമ്പർ റിലീഫ് ഫണ്ട് ഇവിടെ വിതരണം ചെയ്തത്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പ്രദേശത്തും നമ്മുടെ നാടിനകത്ത് ഓരോ പ്രദേശം നോക്കിയാൽ കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷമാണ് ഈ രോഗങ്ങളുടെ ഒരു അഭൂതപൂർവമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാനൊന്നും നിർവാഹമില്ല. നമ്മളൊക്കെ ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KV സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻമാരായ KR ജയാനന്ദ, P മണിമോഹൻ, കേരള ബാങ്ക് ഭരണസമിതി അംഗം AM മേരി, ഡെപ്യൂട്ടി രജിസ്ട്രാർ S കണ്ണൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ C സുനിൽകുമാർ, C വിനോദ് കുമാർ, ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളായ PK വിനോദ് കുമാർ, B മോഹനൻ, B സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കരനിർമ്മിത ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൽ വേദ ഹാപ്പിനെസ് സെന്റർ, മൾട്ടി സ്പെഷ്യാലിറ്റി സൈക്കോളജി ക്ലിനിക്, എക്സിബിഷൻ കം സെയിൽ എന്നിവ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനവും വിൽപ്പനയും കല്ലട്ര മാഹിൻ ഹാജി MLA ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വേദ ഹാപ്പിനെസ് സെന്റർ, മൾട്ടി സ്പെഷ്യാലിറ്റി സൈക്കോളജി ക്ലിനിക്, കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബഡ്സ് സ്കൂളുകൾ, പ്രത്യേക വിദ്യാലയങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ, ബ്ലൈൻഡ് സ്കൂളുകൾ എന്നിവിടങ്ങളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും മുതിർന്നവരും നിർമ്മിച്ച കരനിർമ്മിത ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വേദ ഹാപ്പിനെസ് സെന്റർ ക്ലിനിക്കിന്റെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ പ്രിയങ്ക P, ജോയിന്റ് ഡയറക്ടർ വിനീത് വേണുഗോപാൽ, സൈക്കോളജിസ്റ്റുമാരായ ശ്രീദേവി, രഞ്ജിമ, പ്രജ്ഞ, പ്രിയ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ നിഷ, ഗോപിക എന്നിവരും പങ്കെടുത്തു. കൂടാതെ മുനിസിപ്പാലിറ്റി, പോലീസ് വകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയ കുട്ടികളും സ്ഥാപനങ്ങളിലെ അംഗങ്ങളും തങ്ങളുടെ സ്റ്റാളുകളിൽ പങ്കെടുത്ത് സന്ദർശകരുമായി സംവദിക്കുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വേദ ഹാപ്പിനെസ് സെന്റർ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിന വീഡിയോ നിർമ്മാണ മത്സരത്തിലെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് വിതരണവും നടന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നും ഈയൊരു വിപണി ഇവർക്ക് ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പായി മാറട്ടെയെന്നും വേദ ഹാപ്പിനെസ് സെന്റർ ക്ലിനിക്കിന്റെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ പ്രിയങ്ക P KCN ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം. വേദ ഹാപ്പിനെസ് സെന്ററിന്റെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയുമായാണ് നമ്മൾ ഇന്ന് ന്യൂ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ഒരുപാട് 10-20ഓളം സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ ആണ് ഇന്ന് ഇവിടെ എക്സിബിഷൻ കം സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വരിക, വാങ്ങിക്കുക. കാരണം ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഇത് ചെയ്യുന്നത്. അവരുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം അഥവാ അവരുടെ ആത്മവിശ്വാസം ഇതിലെ കൂടി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു വിപണി
അവരുടെ ഭാവിയിലേക്ക് ഉള്ള ഒരു കാൽവെപ്പായി മാറട്ടെ. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവർക്കൊരു അവസരം, നിങ്ങളുടെ ഓരോരുത്തരെയും കമ്പനിയിലായിക്കോട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് നൽകി സഹായിക്കുക. താങ്ക് യു. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഈ വേറിട്ട പരിപാടിയിൽ പങ്കെടുക്കുകയും ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തളങ്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങും ക്ലിക്ക് ഓഫ് കൺവെൻഷനും സംഘടിപ്പിച്ചു. തളങ്കര ഗസാലി നൂറുൽ ഹുദ മദ്രസയിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തളങ്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ തളങ്കര ഗസാലി നൂറുൽ ഹുദ മദ്രസയിൽ ആദരിക്കൽ ചടങ്ങും ക്ലിക്ക് ഓഫ് കൺവെൻഷനും സംഘടിപ്പിച്ചു. SKMMA ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ബെളിഞ്ചം ക്ലിക്ക് ഓഫ് ക്യാമ്പയിൻ വിഷയാവതരണം നടത്തി. മദ്രസ മാനേജ്മെന്റ് ദീർഘകാലം ജനറൽ സെക്രട്ടറിയായിരുന്ന MA അബ്ദുൾ ഖാദർ മാഷിനെയും മുൻ പ്രസിഡന്റ് KM അബ്ദുൾ ഹമീദ് ഹാജിയെയും റഷീദ് ബെളിഞ്ചം ഉപഹാരം നൽകി ആദരിച്ചു. ഗസാലി ഇമാം അബ്ദുൾ ലത്തീഫ് അഷ്റഫി പ്രാർത്ഥന നടത്തി. പ്രസിഡന്റ് ഹസൈനാർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. MM അബ്ദുൾ നാസർ, ബിസ്മില്ല മുനീർ, NM അബ്ദുള്ള, സിയാദ് തെരുവത്ത്, അബ്ദുള്ള പടിഞ്ഞാർ, UK യൂസുഫ് പുലിക്കുന്ന്, സിദ്ദിഖ് ചക്കര, ഷംസുദ്ദീൻ തായൽ, എളമരം അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ബാങ്കോട് സ്വാഗതവും ട്രഷറർ വെൽക്കം മുഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർജുൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അർജുനാഗുലിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ക്ലബ്ബ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ്ബിലെ മുതിർന്ന അംഗങ്ങളായ അരവിന്ദാക്ഷൻ പിള്ള, ദാമോദര നായിക് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. കൊല്യ മധൂർ അർജുനഗുലിയിലെ അർജുൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ലബ്ബ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ക്ലബ്ബിലെ മുതിർന്ന അംഗങ്ങളായ അരവിന്ദാക്ഷൻ പിള്ള, ദാമോദര നായക് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സതീശൻ K, സെക്രട്ടറി സതീശൻ B, മണികണ്ഠൻ, സുഭാഷ്, ഗണേഷ്, കുമാരൻ, ഹരീശൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ക്ലബ്ബിലെ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ദേശഭക്തി ഗാനാലാപനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും നടന്നു. മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ വിവിധ സ്കൂളുകൾ, ക്ലബ്ബുകൾ, പള്ളികൾ, മറ്റ് സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഉദ്യാവർ ഗുഡ് ഡേ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ദേശീയ പതാക ഉയർത്തി. മഞ്ചേശ്വരത്തെ വിവിധ സ്കൂളുകൾ, ക്ലബ്ബുകൾ, പള്ളികൾ, മറ്റ് സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദറും ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാനും പതാക ഉയർത്തി. ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായി വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മാതൃകയിൽ അണിനിരക്കുകയും നടുവിലായി അശോകചക്രം തീർത്ത് മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു. ഇത് കൂടി നിന്നവരിൽ ദേശസ്നേഹം ഉണർത്തുന്നതോടൊപ്പം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഉദ്യാവരം 1000 ജമാഅത്തിൽ പ്രസിഡന്റ് സൈഫുല്ല തങ്ങൾ പതാക ഉയർത്തി. ഹൊസങ്കടി ചക്രവർത്തി സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ റിട്ടയേർഡ് പ്രധാന അധ്യാപിക ഗായത്രി പതാക ഉയർത്തി. ഹൊസങ്കടി ടെമ്പോ സ്റ്റാൻഡിൽ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ സംഘടനയുടെ പ്രസിഡന്റ് ലത്തീഫ് കനിൽ പതാക ഉയർത്തി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘം SSLC+2 അനുമോദന വേദി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. കാസർഗോഡ് പബ്ലിക് സർവന്റ്സ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന വേദി സംഘടിപ്പിച്ചു. കാസർഗോഡ് പബ്ലിക് സർവന്റ്സ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. ഈ സഹകരണ സംഘത്തെ സംബന്ധിച്ചു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജീവനക്കാരുടെ സഹകരണ സംഘങ്ങളിൽ ഏറ്റവും മികവുറ്റ പ്രവർത്തനം നടത്തി ഇന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഈ പബ്ലിക് സർവന്റ് സഹകരണ സംഘം. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
വളരെ കൃത്യതയോടുകൂടി ചിട്ടപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ സഹകരണ സ്ഥാപനത്തിന് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച സഹകരണ സ്ഥാപനമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ സംഘത്തിൽ അംഗങ്ങളായ ഏതാണ്ട് 5000-ഓളം വരുന്ന മെമ്പർമാരും അവരുടെ മക്കളിൽ ഏറ്റവും ഉന്നതമായ വിജയം നേടിയിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു കുറച്ചേറെ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്നതാണ്. ഈ വർഷം ഇത് സംഘടിപ്പിക്കാൻ കുറച്ച് വൈകിയതിന്റെ കാരണത്തെ സംബന്ധിച്ചുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ദേവനന്ദ KC, നിരഞ്ജന R, ജ്യോതിഷ് കൃഷ്ണ K. സംഘം പ്രസിഡന്റ് രതീഷ് PD അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംഘം സെക്രട്ടറി വി വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ വിനോദ് കുമാർ C, അസിസ്റ്റന്റ് ഡയറക്ടർ രവീന്ദ്ര A, കെ മണികണ്ഠൻ, KSTA ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ടി പ്രകാശൻ, KGOA ജില്ലാ കമ്മിറ്റി സെക്രട്ടറി മധു കരിമ്പിൽ, കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സെക്രട്ടറി ശരത് PV, KWAEU ജോയിന്റ് സെക്രട്ടറി VM ബിനുമോൻ, യൂണിറ്റ് ഇൻസ്പെക്ടർ C പ്രമോദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് K രാഘവൻ സ്വാഗതവും ഡയറക്ടർ K വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശോഭിക വെഡ്ഡിംഗ്സിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പരിപാടിയിൽ സുബേദാർ മേജർ ആൻഡ് ഹോണററി ല്യൂട്ടനന്റ് ഓഫ് ഇന്ത്യൻ ആർമി തമ്പാൻ കെയും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ KVയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ശോഭിക വെഡ്ഡിംഗ്സിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പരിപാടിയിൽ സുബേദാർ മേജർ ആൻഡ് ഹോണററി ലിയൂട്ടന്റ് ഓഫ് ഇന്ത്യൻ ആർമി തമ്പാൻ കെയും ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ KVയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെയുള്ളവർക്കും രാജ്യത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നൽകിയാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ശോഭികയുടെ ജീവനക്കാരുണ്ട്, അതിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവർക്കുമാണ്. ഇവിടെ കഷ്ടപ്പെടുന്ന സമയത്ത്, തിരക്കുള്ള സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പെൺകുട്ടികളൊക്കെ ജോലി ചെയ്യുന്ന അവർക്കൊക്കെ ഒരു ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ ശോഭികയുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. HR എക്സിക്യൂട്ടീവ് ജിഷ്ണ പ്രതിജ്ഞ ചൊല്ലി. ജനാധിപത്യ രാജ്യമാണ് എൻ്റെ ഇന്ത്യ. ബഹുസ്വരതയാണ് എൻ്റെ രാജ്യത്തിൻ്റെ സൗന്ദര്യം. രാജ്യത്തിൻ്റെ പുരോഗതിയും ദേശീയോദ്ഗ്രഥനവും ഞാൻ ലക്ഷ്യം വെക്കുന്നു. രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന വർഗീയ വിധസക ശക്തികൾക്കെതിരെ ഞാൻ എന്നും നിലകൊള്ളുന്നതായിരിക്കും. രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും എന്റെ അവകാശം കൂടിയാണ്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. ഞാനിവിടെ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 80ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന സംഭവം നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്ന മിലിറ്ററിയും അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വളരെ പ്രമുഖരായ രണ്ട് പേരെയാണ് നമ്മൾ ഇന്നത്തെ ഈ ആഘോഷ പരിപാടി തുടക്കം കുറിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ബിഗ്മാൾ ഡയറക്ടർ ഷംസു പാലക്കി പരിപാടിയിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു. നമുക്കറിയാം, നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മധുര നിമിഷങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ധീരദേശാഭിമാനികൾ നമുക്ക് വേണ്ടി പൊരുതിയ ഓർമ്മകൾ
ഇന്നും ഒരു രാജ്യം 80 വർഷം ആ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്നും അടിമത്തത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ അടിമത്തത്തിൽ കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് തീരദേശാഭിമാനികൾ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് മാത്രമാണെന്ന് ഈ നിമിഷം ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഏത് നിമിഷവും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആർമി സുബേദാർ മേജറും ഹോണററി ലീയൂട്ടൻ്റായിരുന്ന തമ്പാൻ കെയെയും ഹോസൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ASI പ്രദീപനെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മൊമെന്റോ കൈമാറുകയും ചെയ്തു. സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും നടന്നു. HR എക്സിക്യൂട്ടീവുമാരായ ശ്രീജയും സുകന്യയും പരിപാടി നിയന്ത്രിച്ചു. ഫ്ലോർ സൂപ്പർവൈസർ ടണൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രാവണേശ്വരം വില്ലേജ് സമ്മേളനത്തിന് തുടക്കമായി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU രാവണേശ്വരം വില്ലേജ് സമ്മേളനത്തിന് ഒറുവങ്കര ചെഗുവേര നഗറിൽ തുടക്കമായി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വല്ലാത്ത ആ പണി സമുദായത്തിന്റെ നേതൃത്വത്തിൽ ഈ നിലയിൽ പാട്ടും കാര്യങ്ങളെല്ലാം പാടിക്കൊണ്ട് നടത്തിയിട്ടുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു സമയം, അതിനെതിരെ നടത്തിയിട്ടുള്ള ശക്തമായ സമരം വയനാട്ടിലും ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് വടകര മേഖലക്കകത്ത് ഉണ്ടായത് എത്ര പ്രായമായ ആള് അല്ലെ, 80 വയസ്സായ ഒരാളിൽ സവർണ വിഭാഗത്തിലെ ചെറിയ ചെക്കൻ വിളിക്കല് എടാ ചെക്കൻ വിളിക്കും. സംഘാടക സമിതി ചെയർമാൻ C. രവി സ്വാഗതം പറഞ്ഞു. വസന്ത കുന്നത്തുകടവ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി O. മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. MG പുഷ്പ രക്തസാക്ഷി പ്രമേയവും KV ഭാസ്കരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മുതിർന്ന അംഗങ്ങളായ P. കുട്ടിയൻ, R. യൂസഫ് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശകുന്തള PA, ഏരിയ സെക്രട്ടറി V. സുകുമാരൻ, ഏരിയ പ്രസിഡന്റ് P. ദാമോദരൻ, ഏരിയ ട്രഷറർ കമലാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗം ജാനകി എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സമ്മേളനത്തിൽ പ്രമേയം കൺവീനർ ദാമോദരൻ തണ്ണോട്ട്, മിനിറ്റ്സ് സുനിത മാക്കി എന്നിവരടങ്ങിയ സബ് കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് റാലി നടന്ന വേദിയിൽ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ സാന്നിധ്യം കൊണ്ട് വേദി അശുദ്ധമായി എന്നാരോപിച്ച് തീവ്ര വലതുപക്ഷ സംഘടനകൾ ഗംഗാജലം തളിച്ച് ശുദ്ധീകരണം എന്ന പേരിൽ നടത്തിയ ദുരാചാരം BJPയുടെയും അവരുടെ പോഷക സംഘടനകളും വച്ചുപുലർത്തുന്ന മ്ലേച്ഛവും അങ്ങേയറ്റം വിവേചനപരവുമായ മാനസികാവസ്ഥയുടെ തെളിവാണെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളായ സമത്വം, സാഹോദര്യം, സാമൂഹിക നീതി എന്നിവയ്ക്കുമേലുള്ള കടന്നുകയറ്റം ജനാധിപത്യ ഇന്ത്യയോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും ഭരണാധിപത്യം തിരിച്ചുകൊണ്ടുവരാനുള്ള സംഘപരിവാർ നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AICC പ്രസിഡന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മാർച്ചും സത്യാഗ്രഹവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മാന്തോപ്പ് മൈതാനിയിൽ സമാപിക്കുകയും തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നേതാക്കളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രാജ്യമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടം, BJP നേതൃത്വം, RSS നേതൃത്വം, സംഘപരിവാർ നേതൃത്വം, രാഷ്ട്രപിതാവ് മഹാത്മജി വിഭാവനം ചെയ്ത ഇന്ത്യ രാജ്യത്തെ മാറ്റി. നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനത്തിലും റാലിയിലും പ്രസംഗിച്ച ആ സ്ഥലവും
ആ ഇരിപ്പിടം ഉൾപ്പെടെ ഉപ്പുവെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച ഒരു ഹീനമായ പ്രവർത്തനം നടത്തിയ രാജ്യത്തെ സംഘപരിവാർ, രാജ്യത്തെ RSS, രാജ്യത്തെ BJP, രാജ്യത്തെ മതേതരത്വത്തെ തകർക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ശ്രീ മല്ലികാർജുന ഖാർഗെ എന്നും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യത്തെ മതേതരത്വത്തിന്റെ കാവലാളനാണ് ശ്രീ മല്ലികാർജുന ഖാർഗെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വളരെ നന്നായി നയിച്ചുകൊണ്ട് രാജ്യത്തെ BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും രാജ്യസഭക്കകത്തും പുറത്തും ശക്തമായ പോരാട്ടങ്ങളുമായി ശ്രീ മല്ലികാർജുന ഖാർഗെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും മുമ്പോട്ട് പോകുമ്പോൾ മല്ലികാർജുന ഖാർഗെയെ അപമാനിക്കാൻ, രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ BJPയോട് പറയുന്നു, RSSനോട് പറയുന്നു, സംഘപരിവാറിനോട് പറയുന്നു, രാജ്യത്തെ ജനലക്ഷങ്ങൾ നിങ്ങൾക്ക് ഇതിന് ഉത്തരം നൽകുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. DCC വൈസ് പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ M അസൈനാർ, സാജിദ് മൊബൽ, BP പ്രദീപ് കുമാർ, KP പ്രകാശൻ, വാമുനി വിജയൻ, ഡോക്ടർ KV ശശിധരൻ, ശ്രീജിത്ത് മടക്കൽ, രാജൻ പെരിയ, K വാരിജാക്ഷൻ, മധുസൂദനൻ ബാലൂർ, ഉമേശൻ വേളൂർ, മടിയൻ ഉണ്ണികൃഷ്ണൻ, KV ഭക്തവത്സലൻ, KR കാർത്തികേയൻ, മിനി ചന്ദ്രൻ, P രാമചന്ദ്രൻ, A വാസുദേവൻ, KK ബാബു, ബഷീർ ആറങ്ങാടി, KP ബാലകൃഷ്ണൻ, ഡോക്ടർ ടിറ്റോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവിത വിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഖാലിദ് അറബിക്കാടത്ത് ഏർപ്പെടുത്തിയ കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം C കുഞ്ഞാമിനേക്ക് മന്ത്രി ഷാജി കൈമാറി. ജീവിത വിശുദ്ധിയും സത്യസന്ധതയും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലും അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു മാധ്യമപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടേതെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി പറഞ്ഞു. താനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആദരിച്ച മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി ജനനന്മയ്ക്കായി പ്രവർത്തിച്ചുവെന്ന് മാഷ് ഓർമ്മ എന്ന P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മരണിക കവർ പേജ് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ ഭൂമിയിൽ നമ്മളുടെ യാത്രകൾക്കിടയിൽ കിട്ടുന്ന ചില സൗകര്യങ്ങൾ നമ്മളെ അഭിരമിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിലെ ചില കുഴപ്പങ്ങളിലേക്ക് ബിൽ ഗേറ്റ്സ് ഈ ടെക്നോളജിയുടെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബിൽ ഗേറ്റ്സ് പറഞ്ഞ രസകരമായ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ കൺവീനിയൻസിനെ എൻജോയ് ചെയ്യരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൺവീനിയൻസ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങിയാൽ അപ്പോഴാണ് ഈ സൗകര്യങ്ങളുടെ മറ്റൊരാഗ്രഹങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് ഉണ്ടാവരുതെന്നാണ് ജീവിതത്തിൽ. അതിൻ്റെ ഒരു അളവിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ എപ്പോഴും നമുക്ക് മാറ്റിവെക്കാവുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ടോ തൻ്റെ മുകളിൽ വന്ന ഒരു ഭാരമായിട്ടോ ആണ് നമുക്ക് കൺവീനിയൻസ് മാറുന്നതാണ്. അതിനെ ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടു നടക്കരുത് എന്ന് തോന്നിയാൽ ഇന്നത് കിട്ടിയില്ലല്ലോ എന്നല്ല, കിട്ടിയതെല്ലാം എങ്ങനെയാണ് ഞാൻ വിനിയോഗിച്ചത് എന്ന ആത്മപരിശോധന നമുക്ക് സമയമാകുമെന്നതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് അംഗം ഖാലിദ് അറബിക്കാടത്ത് ഏർപ്പെടുത്തിയ കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം പഞ്ചായത്ത് അംഗം കൊളവയിലെ C കുഞ്ഞാമിനയ്ക്ക് മന്ത്രി ഷാജി കൈമാറി. 10,001 രൂപയും ഉപഹാരവുമാണ് പുരസ്കാരം. അതിഞ്ഞാൽ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. സ്മരണിക സമിതി ചെയർമാൻ തെരുവത്ത് മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു. മാഷോർമ ചീഫ് എഡിറ്റർ T മുഹമ്മദ് അസ്ലം പുസ്തകത്തെ പരിചയപ്പെടുത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി പുരസ്കാര ജേതാവിന് പ്രശംസാപത്രം നൽകി. CH സെന്ററിനുള്ള ധനസഹായം MM ഷറഫുദ്ദീൻ സെന്റർ കൺവീനർ CH അഹമ്മദ് കുഞ്ഞി ഹാജിക്ക് കൈമാറി. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P അബ്ദുൽ കരീം, CK അബ്ദുള്ള ഹാജി, AP ഉമ്മർ, A ഹമീദ് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, MBM അഷ്റഫ്, PM ഫാറൂഖ്, P മൊയ്തീൻ കുഞ്ഞി, PM ഫൈസൽ എന്നിവർ സംസാരിച്ചു. വാർഡ് ലീഗ് പ്രസിഡന്റ് CH സുലൈമാൻ സ്വാഗതവും കൺവീനർ ഖാലിദ് അറബിക്കാടത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ മന്ത്രി KM ഷാജി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഉക്കിനടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മന്ത്രി KM ഷാജി സന്ദർശിച്ചു. അവലോകന യോഗവും ചേർന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവ്. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന 162 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. സ്വാതന്ത്ര്യ പുലരി ആസ്വദിച്ചവരിൽ ഒരാളായ ഉദിനൂർ പെരിയോത്തെ UP ആസിമ്മ 80ാം പിറന്നാൾ ആഘോഷത്തിൽ. സന്ദീപ് വാര്യർ MLA ആസിമ്മയെ വീട്ടിലെത്തി ആദരിച്ചു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ സ്കൂൾ കുട്ടികളോടൊപ്പം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്ന വിദേശികളും. UAE സ്വദേശികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായത്. സഹകരണ അംഗ സമാശ്വാസ നിധിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. K. നീലകണ്ഠൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.